എല്ലാവർക്കും നമസ്കാരം. ഞാൻ പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി വിഭവ പരിപാലനം, സാമൂഹ്യ വിഷയങ്ങൾ, ചരിത്രം, സംസ്കാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഞാൻ നേടിയിട്ടുള്ള അറിവും അനുഭവങ്ങളും സമൂഹത്തിൽ കൂടി പങ്കുവെക്കുക എന്നുള്ള അതിവിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ഗ്ലോബൽ എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ബഹുജന വിദ്യാഭ്യാസ മാധ്യമമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്ന വിഷയങ്ങൾ ദയവായി എല്ലാവരും കാണുകയും കേൾക്കുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതിനേക്കാൾ പ്രധാനം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പരമാവധി കേരള സമൂഹത്തിൽ പുതിയൊരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനെല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഭൂവിനിയോഗ രീതികളിൽ കേരളത്തിലെ മലനാട് ഉൾപ്പെടെ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിയത്? 1790 ബ്രിട്ടനിലെ സായിപ്പായിരുന്ന ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണും കേണൽ ആർതർ വെല്ലസ്ലിയും കൂടി ടിപ്പു സുൽത്താനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടിപ്പു സുൽത്താനെ കീഴ്പ്പെടുത്തുന്നത് മലനിരകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ കണ്ണ് നമ്മുടെ മലകളിലും ഉടക്കി. സായിപ്പന്മാർ അങ്ങനെയാണല്ലോ, അവർ വരുമ്പോൾ വെറും കച്ചവടം മാത്രമല്ലല്ലോ, അവർ വിദ്യാസമ്പന്നരാണ്. മറ്റൊരു രാജ്യത്തെ കോളനി വൽക്കരണത്തിലൂടെ കീഴടക്കാൻ വരുന്നതാണ്. അപ്പോൾ അവർ എല്ലാത്തിലും കണ്ണുവെക്കും. ഇവിടുത്തെ മണ്ണിനെയും പൊന്നിനെയും വെള്ളത്തെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും മലകളെയും കുന്നുകളെയും എല്ലാം അവർ കണ്ണുവെച്ചു. അക്കൂട്ടത്തിൽ പശ്ചിമഘട്ട മലനിരകളിലും അവരുടെ കണ്ണുപോയി. അത് കഴിഞ്ഞ് കൃത്യം 10 വർഷം കഴിയുമ്പോൾ 1800 ആകുമ്പോൾ അവർ കേരളത്തെ കീഴടക്കിയിരുന്നു. പിന്നെ ഇങ്ങോട്ട് അവരുടെ ഒരു പടയോട്ടം തന്നെയുണ്ടായി. സുഗന്ധവിളകളുടെയും കറുത്ത പൊന്നിൻ്റെയും നാടായിരുന്ന കേരളത്തിന് ചരിത്രാതീത കാലം മുതൽ തന്നെ വിദേശ വ്യാപാരവും ബന്ധവും ഉണ്ടായിരുന്നു. മൂറുകൾ എന്നറിയപ്പെട്ടിരുന്ന അറബികൾ, വാസ്കോഡിഗാമയിൽ തുടങ്ങിയ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ചൈനക്കാർ എന്നിവരുടെ എല്ലാം കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, ചന്ദനം തുടങ്ങിയ വസ്തുക്കൾ കച്ചവടം ചെയ്തിരുന്നു നമ്മുടെ നാട്ടുരാജാക്കന്മാർ. കോഴിക്കോട് സാമൂതിരിയായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സുകളിൽ ഇടപെട്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് സാമൂതിരിയെ കൈക്കലാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർക്കെതിരെ കൂടി തിരിഞ്ഞുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബിസിനസ് ബന്ധം ഉറപ്പിച്ചത്. 1498 വാസ്കോഡിഗാമ കോഴിക്കോട് ഇറങ്ങിയത് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം വരെ നിരവധി രാജ്യങ്ങൾ കേരളത്തിലേക്ക് വന്നിരുന്നു. ഫ്രഞ്ച് അധിനിവേശം ഉൾപ്പെടെ അവസാനിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1800 ആകുമ്പോൾ ബ്രിട്ടീഷുകാർ കേരളവും കൈപ്പിടിയിൽ ഒതുക്കി. അവരാണ് ആദ്യമായി തേക്ക് കൃഷിക്കായി വ്യാപകമായി നിലമ്പൂർ വനപ്രദേശം നശിപ്പിച്ചത്. റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നതിനും അത് ഭാരതത്തിലാകെ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നതിനും മറ്റ് ഫർണിച്ചറിനും കെട്ടിട നിർമ്മാണത്തിനും അവരുടെ റിസോർട്ടുകൾ ചെയ്യുന്നതിനും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുമൊക്കെ തേക്ക് വ്യാപകമായി വേണമായിരുന്നു. അങ്ങനെ അവരാണ് ആദ്യമായി തേക്ക് നശിപ്പിച്ചത്, തേക്ക് കൃഷി തുടങ്ങിയത് ബാക്കി കൃഷികളെ നശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പെയും കല്ലായിപ്പുഴയുടെ തീരത്ത് തടി വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയ തോതിലായിരുന്നു. തടി വ്യാപാരത്തിനായി കാട്ടിൽ നിന്ന് മുറിച്ചാൽ എത്ര തടി മുറിക്കും? അതേസമയം വ്യാപകമായി കാടിനെ മാറ്റി തീർത്തത് തേക്ക് കൃഷിയോടുകൂടിയാണ്. കേരളത്തിൽ 75% വനമായിരുന്നു. 1973 മുതൽ 2016 വരെയുള്ള WWFിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 50% വനപ്രദേശമാണ് ഇല്ലാതായത്. മൂന്നാറിലെയും വയനാട്ടിലെയും ഊട്ടിയിലെയും കൊടൈക്കനാലിലെയും ഹിൽ സ്റ്റേഷനുകളെല്ലാം അവരുടെ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ മലയോര കുടിയേറ്റ കർഷക കുടിയേറ്റത്തിന് കൃത്യമായ കണക്കുകളും കാര്യങ്ങളുമുണ്ട്. വെറുതെ കർഷകർ അങ്ങ് കുടിയേറിയതല്ല. 1822 ഏപ്രിൽ മാസം 28-ാം തീയതി, അതായത് 1197 മേടമാസം 15-ാം തീയതി തിരുവിതാംകൂർ റാണിയായിരുന്ന ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച തിട്ടൂരമനുസരിച്ചാണ് മലനിരകളിൽ ഏലം കൃഷി വ്യാപകമാക്കിയത്. നാട്ടിലെ തിരുവിതാംകൂറിലെ വരുമാനം കൂട്ടുന്നതിനായിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ധാരാളമായി കുറഞ്ഞ കൂലിക്ക് ജോലിക്കാരെ കൊണ്ടുവന്നിരുന്നു. ഏലം കൃഷി ചെയ്യുന്നത് മലനിരകളിലെ പാറകളിലിട്ട് ഏലം ഉണക്കി ചങ്ങനാശ്ശേരി ചന്തയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ബിസിനസ് നടത്തുമായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ എത്തിച്ച് ബോട്ട് വഴി കപ്പൽ മാർഗം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ബ്രിട്ടീഷുകാർ അതിനു മുമ്പ് തന്നെ തേയിലയും കാപ്പിയും എല്ലാം കൃഷി ചെയ്യുന്നതിൻ്റെ തോട്ടങ്ങളും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു.
1920 മുതലാണ് സംഘടിതമായി തിരുവിതാംകൂറിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും കൂടുതൽ പേർ മലബാറിലേക്കും മലനിരകളിലേക്കും പോയത്. അതിൻ്റെതായ രാഷ്ട്രീയ, സാമൂഹിക, ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. നാട്ടിലാകെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിനായി അവർ പ്രേരിപ്പിക്കപ്പെട്ടതാണ്. ഒരുതരം പാരിസ്ഥിതിക അഭയാർത്ഥികളായിട്ടാണ് അത്തരം ആളുകൾ മലനിരകളിലേക്ക് പോയത്. 1924 കൂടി ആകുമ്പോൾ, അതായത് 99 ആകുമ്പോൾ പ്രളയത്തിൻ്റെ വലിയ പ്രതിസന്ധിയുണ്ടായി. പെരിയാർ നദീതടങ്ങളിലെ കോട്ടയവും എറണാകുളം ജില്ലകളിലൊക്കെയാണ് ധാരാളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. അവരുടെ എല്ലാം നഷ്ടപ്പെട്ട കൂട്ടത്തിൽ അവർ അവിടെ നിന്ന് യാത്ര ചെയ്ത് പലായനം ചെയ്യാൻ ആരംഭിച്ചാണ് മലനിരകളിലേക്ക് പോയത്. പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, അതും കുടിയേറ്റത്തിനൊരു കാര്യമാണ്. 1926 മുതൽ 39 വരെ ഒന്നാം ഘട്ട കുടിയേറ്റം അങ്ങനെ നടന്നു. രണ്ടാം ഘട്ടമായ 39, 1939, 1945 ആകുമ്പോൾ ഭക്ഷ്യക്ഷാമവും പട്ടിണിയും നാട്ടിലുയർന്നു. പുല്ല് തിന്നൊക്കെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. പഴയ തലമുറ കപ്പയില്ല, കപ്പ മലേഷ്യയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ബർമയിൽ നിന്ന് അരി കൊണ്ടുവന്നു. കൂട്ടപാലായനമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. 1936 കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഭാഗത്ത് 2200 ഏക്കർ ഭൂമി പൂഞ്ഞാർ രാജകുടുംബം വാങ്ങി തോട്ടവിളകൾ ആരംഭിച്ചു. 1942-43 വർഷത്തിൽ കൊടും ക്ഷാമം വീണ്ടും ഉണ്ടായി. 39ലെയും 61ലെയും പ്രളയവും ധാരാളം പേരെ കുടിയേറ്റക്കാരാക്കി. മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, എറണാകുളം ഭാഗത്തെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും മലയോര കർഷകരായി കുടിയേറാനായി പോയിരുന്നത്. സർ CP-യുടെ പീഡനവും ആളുകൾ വിട്ടുപോകുന്നതിന് കാരണമായിട്ടുണ്ട്. 45-55 കാലഘട്ടത്തിൽ കുടിയേറ്റം വീണ്ടും വർദ്ധിക്കുകയുണ്ടായി. കോളനി രാജ്യങ്ങളിൽ ഗ്രോ മോർ ഫുഡ് പദ്ധതി വന്നതും ഇത്തരം കാര്യങ്ങളെ മലനിരകളിൽ കൃഷി തുടങ്ങുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വീണ്ടും പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ അപ്പോഴും ആളുകൾ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ആരംഭിക്കുകയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 1965 മുതൽ 75-80 കാലഘട്ടം വരെയുള്ള മൂന്നാം ഘട്ട കുടിയേറ്റത്തിലും കുറേ പേർ പങ്കെടുത്തിരുന്നു. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലാവട്ടെ ഹൈ റേഞ്ച് കോളനൈസേഷൻ സ്കീമും നടപ്പിലാക്കിയിരുന്നു. 1963 മുതൽ ഭൂപരിഷ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവുകയും 1969 ജന്മിത്വം അവസാനിക്കുകയും ചെയ്തു. 1822 തുടങ്ങി കുടിയേറ്റത്തിൽ പെസന്റുകൾ എന്നുൾപ്പെടുന്ന കർഷകരായിരുന്നു കൂടുതൽ. അതേസമയം പ്ലാന്റേഷന്റെ പേരിൽ വ്യാപകമായി തേക്കും തേയിലയും കാപ്പിയും ഏലവും വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു. ഏലം കൃഷിക്ക് പകരം 1897 മുതൽ കുരുമുളക് കൃഷി ചെയ്യാൻ സർക്കാർ തന്നെയാണ് കർഷകർക്ക് അനുവാദം നൽകിയത്. പഞ്ചായത്തുകളിലോ കൃഷിഭവനുകളിലും, പ്രധാനമായി കൃഷിഭവനുകളിൽ എഴുതി കൊടുത്താൽ ഏലത്തിന് പകരം കുരുമുളക് ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെയും ധാരാളം ഭൂപ്രദേശങ്ങൾ ഭൂവിനിയോഗത്തിൽ മാറ്റമുണ്ടായി. 40 മുതൽ കുത്തകപ്പാട്ടവും അനുവദിച്ചു. തുടർന്നിങ്ങോട്ട് പട്ടയമേളകളൊക്കെ നിരവധി നടന്നുവെങ്കിലും ഇപ്പോഴും കേസുകളും പ്രശ്നങ്ങളുമായി തുടരുകയാണ്. പെസന്റ് പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് പ്ലാന്റേഷൻ. കണ്ണൻ ദേവൻ തേയില കമ്പനി, ബ്രിട്ടീഷുകാർ ആരംഭിച്ച കണ്ണൻ ദേവൻ തേയില കമ്പനി പിന്നെ അത് ടാറ്റയ്ക്ക് കൈമാറി. അതുപോലെ തന്നെ ഹാരിസൺ എസ്റ്റേറ്റ്, മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് തുടങ്ങിയ ഒരുപാട് എസ്റ്റേറ്റുകൾ വയനാട്, ഇടുക്കി ഭാഗങ്ങളിൽ പ്ലാന്റേഷൻ കൃഷി ആരംഭിക്കുകയും ചെയ്തു. അത് തേയില, കോഫി, ഏലം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു, മേഖലകളിലായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന കേരളത്തിൽ പലപ്പോഴും സിവിൽ കേസുകൾ വരുമ്പോൾ കേസുകൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കേസ് തോറ്റുകൊടുക്കുന്ന രീതിയും നമുക്ക് കാണാമായിരുന്നു. ധാരാളമായി വിവിധ ജില്ലകളിലായി ഇപ്പോഴും സർക്കാർ ഭൂമി ഏറ്റെടുക്കുവാനുണ്ട്. രണ്ടാമതൊരു വിഭാഗം കൂടി മലയോര മേഖലകളിൽ കയറിയിട്ടുണ്ട്. ഫോറസ്റ്റ് വകുപ്പാണ്, വനം വകുപ്പാണ് വ്യാപകമായി ഡീഫോറസ്റ്റേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയും മാഞ്ചിയം പോലുള്ള മാഞ്ചിയം, യൂക്കാലി എന്നിവ വ്യാപകമായി വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ പറഞ്ഞാൽ സർക്കാർ സ്പോൺസേഡ് ആണ് പലപ്പോഴും വനത്തിൻ്റെ നാശം എന്ന് പറയാം. രണ്ടാമതൊരു കൂട്ടർ കൂടി മലയോര മേഖലയിൽ കുടിയേറിയിട്ടുണ്ട്. അവരെ കുടിയേറ്റക്കാരെന്ന് പറയാനാകില്ല, അവർ കയ്യേറ്റക്കാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അവർക്ക് പ്രത്യേക പട്ടയ നമ്പരോ ഭൂമിയോ ഒന്നും സ്വന്തമായില്ല. പക്ഷേ മറ്റു പലരുടെയും ഭൂമി വാങ്ങുക, പാട്ടത്തിനെടുക്കുക, അവിടെ റിസോർട്ടുകളും വൻകിട കെട്ടിടങ്ങളും കോറികളും തുടങ്ങുന്ന രീതി വന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മലയോര കർഷകരല്ല, മറ്റ് ജില്ലകളിൽ നിന്ന് പോയിട്ടുള്ള സമ്പത്തുള്ളവരാണ്. അതിനൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. 70കളിൽ വരെ പട്ടിണിയായിരുന്നെങ്കിൽ 80കളിൽ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി മലയാളി അയക്കുന്ന കോടിക്കണക്കിന് രൂപ മറ്റാവശ്യങ്ങൾക്ക്, അതായത് കാർഷിക മേഖലയിൽ
വ്യവസായ മേഖലയിൽ ചെറുകിട വ്യവസായ രംഗത്തും ഒന്നും ചെയ്യുവാൻ പറ്റിയ രാഷ്ട്രീയ, സാമൂഹിക, ട്രേഡ് യൂണിയൻ അന്തരീക്ഷം ഒന്നും കേരളത്തിലില്ലായിരുന്നു. ഉദ്യോഗസ്ഥ മേധാവിത്വം വളരെ വലുതായിരുന്നു. വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ധാരാളം സർട്ടിഫിക്കറ്റുകളും, എന്ത് ചെറിയ വ്യവസായം തുടങ്ങണമെങ്കിലും വലിയ ബുദ്ധിമുട്ടുമായിരുന്നു. തുടങ്ങിയാൽ പിന്നെ സമരമാണ്, പിരിവാണ്, വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിൽ പണം വന്നു. ഈ പണമെല്ലാം കൂടി അവർ മലനിരകളിൽ പോയി ചെറിയ കുറഞ്ഞ തോതിൽ വസ്തു വാങ്ങി അവിടെ റിസോർട്ടുകളും വൻകിട കെട്ടിടങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉയർത്തുന്നതിൽ വ്യാപൃതരായി. അങ്ങനെയാണ് പലരും ബിനാമി പേരുകളിലും, ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ബിനാമി പേരുകളിലും മലനിരകളിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ടായി. ക്വാറികൾ വന്നു, ഖനനം വന്നു, കെട്ടിടങ്ങൾ വന്നു. ഇവ നിയമവിധേയമായതുണ്ട്, നിയമവിധേയമല്ലാത്തതുണ്ട്, ശാസ്ത്രീയമായതുണ്ട്, അശാസ്ത്രീയമായതുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തുടരുന്നു. അപ്പോൾ കയ്യേറ്റം ആരംഭിച്ചത് അതിനൊരു പ്രത്യേക രാഷ്ട്രീയ, സാമൂഹിക, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, യുദ്ധം തുടങ്ങി രോഗങ്ങൾ തുടങ്ങിയ ഒരുപാട് കാരണങ്ങളുണ്ട്. സർക്കാർ തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്ത് ജനങ്ങളോട് സംഘടിതമായി മലനിരകളിൽ പോയി കൃഷി ചെയ്യുവാൻ പറഞ്ഞത്. പക്ഷേ അവർ കൃഷി ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്രയും ബുദ്ധിമുട്ട്, കൃഷി ചെയ്ത് മാത്രമാണ് തുടർന്നിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. കയ്യേറ്റക്കാർ കൂടിയാകുമ്പോഴാണ് അതിൻ്റെ ഭൂമിശാസ്ത്രവും ഭൂവിനിയോഗവും വല്ലാതെ മാറിയത്. കുടിയേറ്റക്കാർ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. അവർ പരിസ്ഥിതിക്കൊന്നും വലിയ ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. ചിലപ്പോൾ കൃഷിയൊന്ന് മാറുമായിരിക്കും, അതിനപ്പുറം അവർ വീട് വെക്കുമായിരിക്കും. അത്രയൊക്കെ തന്നെയാണ് അവരുടെ പരിസ്ഥിതിയിലെ ഇടപെടൽ. അതേസമയം കയ്യേറ്റക്കാർ വ്യാപകമായി അവിടുത്തെ ഭൂമിയെയും ഭൂവിനിയോഗത്തെയും മാറ്റി തീർക്കുന്ന രീതി നമുക്ക് കാണാം. മലയോര മേഖലകളിൽ ഇപ്പോഴും മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സർവേ പൂർത്തിയാക്കിയിട്ടില്ല. റീസർവേയും ഇതുവരെ പൂർത്തിയാക്കി കാണുന്നില്ല. ധാരാളം എസ്റ്റേറ്റുകൾ അനധികൃതമായും നിയമവിരുദ്ധമായും പലരുടെയും കൈവശമുണ്ട്. 1947 നിയമം വന്നപ്പോൾ, ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ എല്ലാ കരാറുകളും റദ്ദാകും എന്ന് പറഞ്ഞെങ്കിലും മുല്ലപ്പെരിയാർ പോലുള്ള ചില കരാറുകൾ വീണ്ടും തുടർന്നു. അതുപോലെ തന്നെ പ്ലാന്റേഷനുകൾ ആരുടെ കൈവശം ഉടമസ്ഥതയിലുണ്ടെങ്കിലും അത് ഗവൺമെന്റിന് തിരിച്ചെടുക്കാം എന്ന് നിയമമുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും സിവിൽ കേസ് വന്നാൽ ആ കേസ് കൂടി ഗവൺമെന്റ് പറയണം എന്നൊരു കാര്യവുമുണ്ടായിരുന്നു. ഇതിന്റെ മറപിടിച്ച് ധാരാളം സ്വകാര്യ വ്യക്തികൾ കേസ് കൊടുക്കുകയും ആ കേസുകളൊക്കെ നീട്ടിക്കൊണ്ടു പോവുകയോ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നതിന് വേണ്ടി സമയത്ത് കാര്യങ്ങൾ അഫിഡവിറ്റ് സമർപ്പിക്കുകയോ ചെയ്യാത്ത സർക്കാരുകൾ, കലാകാലങ്ങളിൽ വന്നിട്ട് സർക്കാരുകൾ ഗൗരവമായി ഇതിനെ മൗന അനുവാദത്തിലൂടെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് മലനിരകളിൽ കുടിയേറ്റവും കയ്യേറ്റവും നടക്കുന്നത്. അതിൽ കുടിയേറ്റം ഒരു പരിധിവരെ നമുക്ക് അനുവദിച്ചു പോകാവുന്നതാണ്. കാര്യം അവിടുത്തെ കർഷകരെ ഇറക്കിക്കൊണ്ട് കർഷകർ മാറിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പരിസ്ഥിതിവാദം പറഞ്ഞ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനാകില്ല. അതേസമയം കയ്യേറ്റക്കാർ നിർബന്ധമായും അവിടെ നിന്ന് മാറേണ്ടതാണ്. അവർ നിയമവിരുദ്ധമായി തുടരുന്ന ഒരുപാട് പേരുണ്ട്. അവർ തീർച്ചയായും മാറിപ്പോകേണ്ടതാണ്. അല്ലെങ്കിൽ അവരെ സർക്കാരും കർഷകരും ഉൾപ്പെടെ മാറ്റിവിടേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വയനാടായാലും ഇടുക്കിയിലായാലും മലനിരകളിൽ കൃഷി നഷ്ടമാണ്, ഏലം നഷ്ടമാണ്, മറ്റ് കൃഷികൾ നഷ്ടമാണ്. അപ്പോൾ നഷ്ടമായ കൃഷിയിൽ കർഷകർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആ ഗ്യാപ്പിലാണ് പുറത്തുനിന്ന് വരുന്ന മറ്റ് സാമ്പത്തിക ശക്തികൾ അവിടെ വന്ന് ഈ മലനിരകളിൽ ധാരാളമായി പണം നിക്ഷേപിക്കുന്നത്. അത് കർഷകർ തിരിച്ചറിയണം. കർഷകരെ നമുക്ക് തിരിച്ചു പിടിക്കണം. കർഷകരെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവർക്ക് ആയി മലനിരകൾ വിട്ടുകൊടുക്കണം. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ, കേരളത്തിലെ വിവിധ ജില്ലകളിലായി കാണുന്ന മലനിരകൾ കർഷകർക്കായി വിട്ടുകൊടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ കർഷകർക്ക് വിട്ടുകൊടുക്കുമ്പോൾ കർഷകർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ധാരാളം കാർഷിക രീതികളുണ്ട്. ജൈവ കൃഷിയുണ്ട്. സമ്പൂർണ്ണ ജൈവ കൃഷിയിൽ പോയില്ലെങ്കിൽ പോലും അതിലൊരു എന്ത് വേണമെന്ന് കർഷകർക്ക് കൂടി തീരുമാനിക്കാവുന്നതാണ്. സമ്പൂർണ്ണ രാസവളമോ സമ്പൂർണ്ണ ജൈവവളമോ എന്നതിനപ്പുറം ഒരു രണ്ടും കൂടി ചേരുന്ന, അല്ലെങ്കിൽ അതെന്ത് വേണം, അതിൻ്റെ സാങ്കേതിക വിദഗ്ധനല്ല ഞാൻ, എന്ത് വേണമെന്ന് ചിന്തിക്കാവുന്നതാണ്. മലകൾ പരമാവധി സംരക്ഷിക്കേണ്ടതാണ്. മലയുടെ ഭൂമിശാസ്ത്ര സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ സംരക്ഷിക്കേണ്ടതാണ്. നീരുറവകൾ സംരക്ഷിക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. 22 ഡിഗ്രിക്ക് ചരിവിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളകൾ ഒഴിവാക്കേണ്ടതാണ്. തന്നാണ്ട് വിളകൾ ചെയ്യേണ്ടത് നിരന്ന സ്ഥലത്ത് മാത്രമാണ്. ഇഞ്ചി, അതുപോലെ തന്നെ കപ്പ, വാഴ തുടങ്ങിയ മണ്ണിളക്കമുള്ള തന്നാണ്ട് വിളകൾ, അതാത് വർഷം തന്നെ വിളവെടുക്കുന്ന ചെറിയ വിളകളൊക്കെ നിരന്ന പ്രദേശത്ത് മാറണം. അത്തരത്തിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു ജീവിത ശൈലി തീർച്ചയായും മലനിരകളിൽ കൊണ്ടുവരുവാൻ കർഷകർക്ക് കഴിയുന്നതാണ്. പിന്നെ കെട്ടിട നിർമ്മാണമാണ്, റോഡ് നിർമ്മാണമാണ്. അതും പരിസ്ഥിതിക്ക് അനുയോജ്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗൗരവമായി
നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ മലനിരകൾ സമ്പൂർണമായും കർഷകർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. 200 വർഷത്തെ അല്ലെങ്കിൽ 220 ഏകദേശം 220 വർഷത്തെ കുടിയേറ്റ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇടനാട്ടിൽ നിന്നും പാരിസ്ഥിതിക അഭയാർത്ഥികളായി, കാലാവസ്ഥ അഭയാർത്ഥികളായി മലനിരകളിലേക്ക് കയറിയ മനുഷ്യർ, കർഷകർ ഇപ്പോൾ അതേ മലനിരകളുടെ അശാന്തി കൊണ്ടും മലനിരകൾ ഉരുൾപൊട്ടുന്നത് കൊണ്ടും വരൾച്ച കൊണ്ടും അവിടെ നിന്ന് വീണ്ടും പറിച്ചു നടുപ്പെടുന്ന രീതിയിൽ പലായനം ചെയ്യേണ്ടി വരുന്ന കാലം വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ നിന്നും തിരിച്ച് പലായനം ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ മലനിരകളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. വയനാടിലെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ അറിയുകയുണ്ടായി. പാലായിൽ നിന്നാണ് അദ്ദേഹം അവിടെ പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വയനാടിനെ പാലയാക്കാം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു കാരണവശാലും അത് ചെയ്യരുത്. വയനാട് വയനാടാണ്, പാലയാണ്, കോട്ടയം കോട്ടയമാണ്, എറണാകുളം എറണാകുളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വയനാടിൻ്റെയും ഇടുക്കി പ്രദേശങ്ങളുടെയും കേരളത്തിൻ്റെ മലയോര ഹൈറേഞ്ച് പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ ഭൗതികമായ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ഭൂവിനിയോഗം ആവശ്യമുണ്ട്. ഒരു പാരിസ്ഥിതികമായ അധിനിവേശം, ഒരു എക്കോളജിക്കൽ ഇൻവേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. ആ ഇൻവേഷനിൽ ഏറ്റവും കുറച്ച് പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, പരിസ്ഥിതിയോട് ഇണങ്ങിയൊക്കെ ജീവിക്കുന്നവരാണ് കർഷകർ. അവർ കുടിയേറ്റക്കാരായി അവിടെ തുടരട്ടെ. അവരുടെ പട്ടയവും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമപ്പെടുത്തി അവർക്ക് ആവശ്യമായ പാരിസ്ഥിതിക അവബോധം കൊടുത്തുകൊണ്ട് അതിനാവശ്യമായ സപ്പോർട്ടുകളാണ് നാം കൊടുക്കേണ്ടത്. അതേസമയം കയ്യേറ്റക്കാർ നിർബന്ധമായും അവിടെ നിന്ന് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മതിയാക്കി അവർ ഇടനാട്ടിലേക്ക് വരേണ്ടതാണ്. അവരുടെ നിക്ഷേപവും മറ്റു കാര്യങ്ങളും കാർഷികമായ പ്രവർത്തനങ്ങൾക്ക്, കൃഷിക്കും കൃഷി അനുബന്ധമായ പ്രവർത്തനങ്ങൾക്കും വയനാട് പോലുള്ള ഇടുക്കി പോലുള്ള മലനിരകളിൽ ചെയ്യണം. അല്ലാതെയുള്ള വ്യാപകമായ മറ്റ് പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും വലിയ ദുരന്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും നാട്ടിനെ സൂക്ഷ്മ കാലാവസ്ഥയിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാക്കുമെന്ന് പ്ലേറ്റോ നിരീക്ഷിച്ചത് 460കളിലാണ്. അത് ക്രിസ്തുവിന് മുമ്പ്. എത്ര വർഷമാവുന്നു? 2024 പിന്നെ 460 വർഷം പിറകിലോട്ട് നോക്കൂ. 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാസ്ത്ര സമൂഹം ഇത് നിരീക്ഷിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പുതിയ കാലത്ത് മലകൾ അശാന്തമാകുന്ന ആശങ്കകൾ ഉണർത്തുന്ന വർത്തമാനകാലത്ത് നമുക്ക് മലനിരകളിലെ ഭൂവിനിയോഗം തിരിച്ചു പിടിക്കാം, കർഷകരോടൊപ്പം ചേർന്ന് നിൽക്കാം. അതിനുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നടക്കട്ടെ. തീർച്ചയായും ഒപ്പമുണ്ട് കർഷകരോടൊപ്പം, ഒപ്പമില്ല കയ്യേറ്റക്കാരോട്. നന്ദി, നമസ്കാരം.